തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ 37 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി. നാട്ടിലെത്തിക്കാൻ കഴക്കൂട്ടം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. കുട്ടി നിലവിൽ RPFന്റെ സംരക്ഷണയിലാണ്. വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, 37 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 13-കാരിയെ കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃന്ദ, നിർണായകമായ 37 മണിക്കൂറിന് ശേഷമാണ് തസ്മിത തംസുവിനെ നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ മാധ്യമപ്രവർത്തകരടക്കം പോലീസടക്കം വലിയൊരു സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് തസ്മിത തംസിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനൊരു പ്രധാന പങ്ക് വഹിച്ചതൊരു ദൃശ്യമായിരുന്നു. കൂടെ ഒപ്പമുണ്ടായിരുന്ന ബബിത എന്ന പെൺകുട്ടി പകർത്തിയൊരു ദൃശ്യമാണ് പോലീസിനെ ഏറെ നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിച്ചത്. എന്തായാലും ബബിത എന്നോടൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തോന്നിച്ചത്? വളരെ യാദൃച്ഛികമായ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. കുട്ടീനെ കണ്ടപ്പോൾ തന്നെ ഒരു ഗ്ലൂമി ഫേസ് ആയിരുന്നു. പിന്നെ കയ്യിൽ കുറച്ച് കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചില്ല. കൂടെ ഞങ്ങളുടെ ബോഗിയുടെ തൊട്ട് ബാക്കിലിരുന്നവര് തമിഴും അല്ല മലയാളം അല്ല വേറെ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ആ കൂട്ടത്തിൽ നിന്ന് മാറി ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് വെറുതെ വെച്ചിരുന്നതാണ്. അത് പിന്നീട് ഇത്രയും വലിയ കാര്യമാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഫോട്ടോ എടുക്കുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്ന കുട്ടി കണ്ടു എന്നാണ് വിശ്വാസം. ഞങ്ങൾ തുറച്ചു നോക്കുകയായിരുന്നു. അപ്പൊ പിന്നെ കുട്ടിയോട് സംസാരിക്കാൻ ഞങ്ങൾ നിന്നില്ല. മലയാളിയല്ല, എന്ത് ഭാഷ സംസാരിച്ചാണ് ഞങ്ങൾ അറിയില്ല. ഒറ്റയ്ക്കാണ് ഞങ്ങൾ അറിഞ്ഞില്ല. ഒറ്റയ്ക്കാണ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയും പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നേനെ. കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് കരയാലും ഒരു ഗ്ലൂമി ഫേസ് ആയിരുന്നു. കരഞ്ഞിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈ വാർത്ത എപ്പോഴാണ് അറിയുന്നത്? വാർത്ത അറിയുന്നത് ഞാൻ വെളുപ്പിനെയാണ്. അപ്പോൾ വാർത്ത അറിഞ്ഞത് ഉടനെ തന്നെ ഞാൻ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ അറിയുകയും ചെയ്തു. അല്ലാതെ ഈ വാർത്ത ഈ സമയത്ത് കാണുമ്പോഴാണോ ഈ പെൺകുട്ടിയെ കാണാതെ പോയിട്ടുണ്ട് ഫോട്ടോ എടുത്ത പെൺകുട്ടി? അതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ ഉടനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അറിയുന്നതിന് 3:30 ഒരു 4 മണിക്കിടയിലാണ്. അപ്പോഴാണ് അറിയുന്നത്. പിന്നീട് ഈ ഫോട്ടോ ആർക്ക് ഏൽപ്പിച്ചത്? ഏത് പോലീസിനാണ്? ഞാൻ ആദ്യം 24 ന്യൂസിനാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ അറിയിക്കുന്നത് കഴക്കൂട്ട് ACP ആണെന്ന് തോന്നുന്നു. ഒരു സാർ ഇങ്ങോട്ട് വിളിച്ചു, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടിയായിട്ട് സിമിലർ ആണ് എന്നിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എന്നോട് ചോദിക്കായിരുന്നു എവിടെ കയറി എവിടെ നിന്ന് ഇറങ്ങി എല്ലാം കറക്റ്റായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് കുട്ടി. കയ്യിൽ 40 രൂപയോ ഉണ്ടായിരുന്നു എന്ന് ബബിത? എൻ്റെ ഒരു വിശ്വാസം. കണ്ടത് 40 രൂപ പോലെ തോന്നി എനിക്ക്. പിന്നെ ഒരു ടിക്കറ്റും കയ്യിലുണ്ടായിരുന്നു, മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പോ ഈ ചാനലുകളിലൊക്കെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ബബിത. അതായത് ബബിതയ്ക്ക് അഭിനന്ദനം നൽകണം. ആ ഒരു ഫോട്ടോയാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ ഒരു തെളിവായിട്ട് മാറിയത്. ഈ ഒരു സമയത്ത് എന്ത് തോന്നുന്നത്? കൊള്ളാം, സന്തോഷം. കുഞ്ഞിനെ കിട്ടിയതിന് വളരെ സന്തോഷം. കുഞ്ഞിനെ കാണാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാൻ ആഗ്രഹം അങ്ങനെയല്ല. കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കി, എന്തോ കുട്ടിക്ക് എന്തോ വിഷമമുണ്ട്. അതാണ് ഇത്രയും നേരം ഇരുന്ന് കരഞ്ഞത്. കരഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നത്. അത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ എന്തോ കാര്യമായ വിഷമമുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ബബിതയ്ക്ക് ആ സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. ആ ഫോട്ടോ പോലീസിനെ ഏൽപ്പിക്കുന്നു. അത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ സഹായകരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എന്തായാലും ബബിതയ്ക്ക് കേരളം തന്നെ ആകെ ഒരു അഭിനന്ദനമാണ് നൽകുന്നത്. ആ സമയത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി ബബിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന്, കുഞ്ഞിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു വഴിതെളിച്ച ആൾ കൂടിയാണ് ബബിത. എന്തായാലും ബബിതയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി അഭിനന്ദനം നൽകുകയാണ്. എന്തായാലും വൃന്ദ, കുഞ്ഞ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ചൈൽഡ് വെൽഫെയറിന്റെ അടുത്താണ്. അവരുടെ സംരക്ഷണ ഇതാണ് കുഞ്ഞുണ്ടെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് പോലീസ് സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം പോലീസ് സംഘം കുഞ്ഞിനെയുമായിട്ട് നാളെ ഉച്ചയോടുകൂടി തിരുവനന്തപുരം കഴക്കൂട്ടത്തേക്ക് തിരിച്ചു വരും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കഴക്കൂട്ടത്തെ വീട്ടിൽ അവളെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. കുഞ്ഞിന് വലിയ രീതിയിലുള്ള അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്നലെ ആഹാരം കഴിക്കാതിരുന്നതിന്റെ ദീർഘനേരമായിട്ട് ആഹാരം കഴിക്കാതിരുന്നതിന്റെ ഒരു ക്ഷീണമല്ലാണ്ട് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ തസ്മിതയ്ക്ക് ഇല്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അവള് ആരോഗ്യവതിയായിട്ട് തന്നെ ഈ സ്ഥലത്ത് ചൈൽഡ് വെൽഫെയർ ടീമിന്റെ പക്കലുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മുടെ കഴക്കൂട്ടത്തെ പോലീസ് സംഘം എത്തി അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചവർ തിരുവനന്തപുരത്തേക്ക് വരും. ഇവിടെ മജിസ്ട്രേറ്റിന്റെ പക്കൽ ഏൽപ്പിച്ചതിനു ശേഷം ഹാജരാക്കിയതിനു ശേഷം കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി അവളെ തിരിച്ച് അച്ഛന്റെയും അമ്മയുടെയും കയ്യിലേക്ക് ഭദ്രമായിട്ട് നൽകുമെന്നൊരു വിവരമാണ് ഈ സമയം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൂര്യ, കൂടാതെ തന്നെ നിലവിൽ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചോ? എപ്പോഴാണ് കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക?
നാളെ ഉച്ചയോട് കൂടി അവളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. നിലവിൽ അവിടുത്തെ ചൈൽഡ് വെൽഫെയർ ടീമിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ചൈൽഡ് വെൽഫെയർ ഉദ്യോഗസ്ഥർ കുഞ്ഞിനെ തിരികെ നൽകുന്നതിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിയമ നടപടികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് കഴക്കൂട്ടം നിന്ന് വനിതാ പോലീസ് അടങ്ങുന്ന SI അടങ്ങുന്ന ഒരു സംഘമാണ് പോയിരിക്കുന്നത്. അതിനുശേഷം വിശാഖപട്ടണത്ത് നിന്നും കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെയും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കുഞ്ഞിനെ ഹാജരാക്കും. മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ പൂർത്തിയാക്കേണ്ട ചില നിയമ നടപടികളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കുഞ്ഞിനെ കൗൺസിലിംഗിന് വിധേയമാക്കും. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ ബബിത അടക്കം കുഞ്ഞിനെ കണ്ട ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരുന്നത് കുട്ടി കരഞ്ഞിരിക്കുകയായിരുന്നു, മാനസിക സംഘർഷം കുട്ടിക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു എന്ന ഒരു വിവരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റയ്ക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച ഒരു കുട്ടി കൂടിയാണ്. വെള്ളം മാത്രമാണ് അത് ഈ യാത്രയിലുടനീളം ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി കുടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൗൺസിലിന് കുഞ്ഞിനെ വിധേയമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുഞ്ഞിനെ കഴക്കൂട്ടത്തെ അച്ഛന്റെയും അമ്മയുടെയും പക്കൽ ഏൽപ്പിക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞ് പിണങ്ങിപ്പോകാനുള്ള കാരണമടക്കമുള്ള ഒരു അന്വേഷണം പോലീസ് സംഘം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ കുഞ്ഞിനെ കിട്ടിയ വിവരം ലഭിച്ചപ്പോൾ അച്ഛനും കുഞ്ഞിന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയോട് പിണങ്ങി കുഞ്ഞ് വീട് വിട്ട് ഇറങ്ങി എന്നൊരു വാർത്തയാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുഞ്ഞിനെ അടിക്കില്ല എന്ന്, അടിച്ച് അങ്ങനെ പിണങ്ങിയാണ് പോയതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി കുഞ്ഞിനെ അടിക്കില്ല എന്ന് കുഞ്ഞിന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീട്ടുകാരെ വിട്ട് പിണങ്ങി ഇത്ര ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ കൃത്യമായിട്ട് ചോദിച്ച് അറിഞ്ഞ് അതിന് കൗൺസിലിംഗ് നൽകിയതിനു ശേഷം സുരക്ഷിതയായിട്ട് അതിന്റെ അച്ഛന്റെയും അമ്മയുടെയും കരങ്ങളിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുമെന്നാണ് അറിയുന്നത്. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും കുഞ്ഞുമായിട്ട് കഴക്കൂട്ടത്തെ പോലീസ് സംഘം തലസ്ഥാനത്തെത്തുക. സൂര്യ തുടരുക. ഇപ്പോൾ പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ്, തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പെൺകുട്ടിയെ 37 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ കുട്ടി നാളെയോടുകൂടി കേരളത്തിലെത്തും എന്ന് അറിയാൻ സാധിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നീണ്ട 37 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ 13 വയസ്സുള്ള ആ കുട്ടിയെ കണ്ടെത്താനായിട്ടുള്ളത്. എന്തായാലും അതൊരു വലിയ അഭിമാന നേട്ടവും കൂടിയാണ്. കാരണം കുട്ടിക്ക് ഒരു കേടുപാടോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ മലയാളികളുടെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു കുട്ടിയെ കണ്ടെത്താനായി. കാരണം മലയാളി സമുദായത്തിൽ പ്രവർത്തകരാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കുട്ടിയെ കണ്ടെത്തുന്നത്. കൂടുതൽ അവശ നിലയിലായിരുന്നു കുട്ടി. ഒരുപക്ഷെ ആ സമയത്ത് ഇവരുടെ ഒരു അന്വേഷണത്തിൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കുട്ടി ഏത് തരത്തിൽ എത്തിപ്പെടുമെന്ന് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യം. കാരണം ഇത്തരത്തിൽ അവരുടെ ആസാം സ്വദേശികളാണ് മറ്റ് സഹയാത്രികൾ. അങ്ങനെ ഉൾപ്പെടെ വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ അപകടം തരണം ചെയ്ത് വന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. എന്തായാലും ആ കുട്ടി അമ്മയോടും അച്ഛനോടും സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ള ആദ്യഘട്ടം കഴിഞ്ഞു. ഇനിയുള്ളത് കുട്ടികളെ നേരിട്ട് നമ്മുടെ സംഘം, അതായത് നമ്മൾ ഇവിടുന്ന് വിശാഖപട്ടണത്തിലുള്ള സംഘം നേരിട്ട് ആ കുട്ടിയെ കാണുന്നു, സംസാരിക്കുന്ന മേൽ നടപടികളെല്ലാം കഴിഞ്ഞ ശേഷം കുട്ടിയെ നാട്ടിലെത്തിക്കുക എന്നതാണ് അടുത്ത ദൗത്യം. അത് നടപടി കൃത്യമായ സമയം നടക്കുകയാണെങ്കിൽ നാളെ തന്നെ കൃത്യമായി നടക്കുമെന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാൻ സാധിക്കും. ബൃന്ദ, തീർച്ചയായും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടിയെ കാണാൻ സാധിച്ചത് എന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടിയെ തിരിച്ചറിയുന്നതും പോലീസിൽ ഏൽപ്പിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇതെന്ന് പറയാം, നമുക്ക് സഹയാത്രിയായ പാറശാല സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആ ഫോട്ടോയും തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിക്കും. തുടർന്നാണ് ഇതിന് ഏകദേശം ഈ ഒരു അന്വേഷണത്തിന് തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തയ്യാറെടുപ്പ്. കാരണം ഫോട്ടോ കിട്ടുന്നു, തിരിച്ച് ആ കുട്ടി ഉണ്ടായിരുന്ന ട്രെയിൻ ഇതാണ്. തുടർന്നാണ് വിശദമായിട്ട് കന്യാകുമാരിയിൽ നിന്നുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യങ്ങൾ ഈ പോലീസ് അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കാൻ തുടങ്ങിയത്. ആ ഒരു പരിശോധനയാണ് തുടർന്നുള്ള CCTV മുഴുവനും പരിശോധിച്ച ശേഷമാണ് കൃത്യമായിട്ട് കുട്ടി ഏത് രീതിയിൽ സഞ്ചരിക്കുന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്ന് തന്നെ കുട്ടിയുടെ ഫോട്ടോകൾ, അതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു തരംഗമായിരുന്നു. കുട്ടിയുടെ ഫോട്ടോ മുഴുവനായിട്ട് മലയാളികളുടെ ഗ്രൂപ്പ്, അതായത് ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലുള്ള മലയാളികൾ ഒത്തുകൂടുന്ന അവരുടെ ക്ലബ്ബായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. പലരും ഈ ഒരു ദൗത്യം അവരുടെ ഒരു വലിയൊരു ശ്രമം തന്നെ. കാരണം ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ അവർ പലരോടും ചോദിക്കുന്നു, ട്രെയിനുകൾ പരിശോധിക്കാൻ തയ്യാറാകും. അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് തയ്യാറാകുന്ന ഈ മലയാളി സമാജത്തിലെ പ്രവർത്തകർ തന്നെയാണ് കുട്ടിയെ കാണുന്നത്. ഇത്തരത്തിൽ വലിയൊരു നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത്
ഒരു നിമിഷം കൂടിയാണ് ഈ നിമിഷം എന്ന് പറയാൻ സാധിക്കും. വൃന്ദ. ശരി, 13-കാരിയെ കണ്ടെത്തിയിരിക്കുന്നു. നാളെ കുട്ടിയെ കേരളത്തിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രദീപ് പാറശാലയും സൂര്യഗായത്രി.